പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന സ്കൂൾ മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്കൂൾ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം MP ഹൈബീഡൻ നിർവഹിച്ചു. പറവൂർ നഗരസഭാ ചെയർമാൻ ബീന ശശിധരന്റെ അധ്യക്ഷതയിൽ എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ച് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം MP ഹൈബീഡൻ നിർവഹിച്ചു. കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അത്യപൂർവമായ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള 150 വർഷത്തിന്റെ വലിയ പൗരാണികതയുടെ ഒരു ചിഹ്നമായി നഗരത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആവശ്യം ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് PTA ആളുകളും പൂർവ്വ വിദ്യാർത്ഥികളുടെ ആളുകളും മുൻ ചെയർമാൻ ശ്രീ രമേശ് D കുറുപ്പ് അടക്കമുള്ള ആളുകൾ നിരന്തരമായി PSM മാസ്റ്ററും എല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 25 ലക്ഷം രൂപയിൽ തുടങ്ങി 50 ലക്ഷം രൂപയിൽ ഇന്ന് എത്തി നിൽക്കുന്നത്. അത് MP ഫണ്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാനിപ്പോ ഇതിൽ വളരെ സ്പെസിഫിക്കേഷൻസ് നോക്കുന്ന ആളാണ്. നോക്കിയപ്പോ കെട്ടിടത്തിന്റെ മുകളിലാണ്, അതുകൊണ്ട് വലിയ പൈസ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പദ്ധതി ഏറ്റെടുത്തത്. നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു, സ്ഥിരം സമിതി ചെയർമാൻമാരായ വനജ ശശികുമാർ, സജി നമ്പിയത്ത്, അനുവട്ടത്തറ, KJ ഷൈൻ, മുൻ ചെയർമാൻമാരായ രാജ്കുമാർ, VA പ്രഭാവതി ടീച്ചർ, രമേശ് കുറുപ്പ്, കൗൺസിലർമാരായ TV നിതിൻ, EG ശശി, ഗീതാ ബാബു, ജഹാംഗീർ, TM അബ്ദുൽ സലാം, PD സുകുമാരി, ലിജി ലൈഘോഷ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് NM പിയേഴ്സൺ, സ്കൂൾ HM സിനി, സിന്ധ്യ മരിയ ഡി സിൽവ, PTA പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, വൈസ് പ്രസിഡന്റ് VT രാജേഷ്, SMC ചെയർമാൻ MJ വിനു, മിനി ടീച്ചർ, ഡെന്നി തോമസ് എന്നിവർ സംസാരിച്ചു. സ്കൂളിന് 50 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് ഒരു പുതിയ സ്കൂൾ മന്ദിരത്തിനാണ് ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, MP മറ്റ് വികസന പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതിന് മുൻതൂക്കം കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലേക്കാണ്. നമ്മളെല്ലാം നമ്മുടെ വാർഡുകളിലെ റോഡുകളും തോടുകളും തുടങ്ങി മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഫണ്ടുകൾ വിനിയോഗിക്കുമ്പോൾ MP ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലേക്കാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്ക്, ചൈനീസ്, മലായി, സ്പാനിഷ്, അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിന്റെ തീരത്ത് നിന്ന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടയൻ, പനമ്പള്ളി നഗർ.